വീണ്ടും ചികിത്സാ പിഴവ് എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. പാലക്കാട് കുഴൽമന്ദത്തു നിന്നാണ്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനെതിരെ 29-കാരിയായ അലീമയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. വയറുവേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തതിനു ശേഷം കാലിന് തളർച്ച സംഭവിച്ചു എന്നാണ് അലീമ പറയുന്നത്. പാലക്കാട് കുഴൽമന്നത്താണ് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതിക്ക് കാലിന്റെ ചലനശേഷി സാരമായി ബാധിക്കുന്ന രീതിയിൽ പരിക്ക് പറ്റിയെന്നുള്ളൊരു ആരോപണം ഉയരുന്നത്. കുഴൽമന്നം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് നേരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. എന്നാണ് പോയത്, എന്താണ് സംഭവിച്ചത്? മാർച്ച് 22-ാം തീയതിയാണ് ഞാൻ പോയത്. മാർച്ച് 22-ാം തീയതി പോയി അവര് ഇഞ്ചക്ഷൻ ഇങ്ങനെ വയറുവേദനയാണ് പറഞ്ഞു. അവര് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞു. 2 വെച്ചു. ഒന്ന് കയ്യിലും വെച്ചു, ഒന്ന് ഇടുപ്പിലും വെച്ചു. ഇടുപ്പിൽ വെച്ചത് എനിക്ക് അപ്പം തന്നെ നല്ല വേദനയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുകയും ചെയ്തു എനിക്ക് നല്ല വേദനയുണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേദനിക്കുന്ന ഇഞ്ചക്ഷനാണ് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് കാല് തീരെ നടക്കാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ വീടെത്താത്ത മുന്നേ തീരെ പറ്റിയില്ല. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് ആലത്തൂർ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് ഒരു ട്രിപ്പ് കയറ്റിയിട്ട് ഇതായത്. പിന്നെ അവർ പറഞ്ഞു തൃശ്ശൂർ ഇപ്പം തന്നെ 108 കൊണ്ടുപോയിക്കോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ഞങ്ങൾ പോയി കാണിച്ചു. അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, മെയിൻ നരമ്പിൽ തട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ കരുണ മെഡിക്കലിൽ 6 ദിവസം കടന്നു. അവിടെ നിന്നും അവർ സാറ് ഇത് തന്നെയാണ് പറഞ്ഞത്, നരമ്പിൽ തട്ടി, മെയിൻ നരമ്പിൽ തട്ടി. അത് മെല്ലെ ശരിയാവുന്ന ആരും പറയുന്നില്ല, ടൈം എടുക്കുമെന്നാണ് പറയണത്. എൻ്റെ സാഹചര്യം പറയാൻ എനിക്ക് ജോലിക്ക് പോകാൻ വഴിയില്ല. എൻ്റെ ജീവിതം കഴിയുന്നത്, ഈ കുടുംബം ജീവിതം കഴിയുന്നത് എന്നിൽ നിന്നാണ്. എനിക്ക് അതിന് വഴിയില്ല. ഈ കാല് നോക്കാൻ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. 2 മക്കളാണ് എനിക്ക് മക്കളെ നോക്കുമ്പോൾ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞാലും കൂടെ എനിക്ക് അഡ്മിറ്റ് ആക്കാൻ വഴിയില്ല. കൂടെ നിൽക്കാൻ ആളില്ല. ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടോ? ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഡെയിലി ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഓട്ടോ വേണം, ക്യാഷ് വേണം. ഇവിടെ ഫ്രീ തെറാപ്പിക്ക് വരാൻ പറയുന്നത് ആഴ്ചയിൽ 3 ദിവസം അതുള്ളൂ. ഡെയിലി ചെയ്യാനാണ് പറയുന്നത്. അവിടെ തെറാപ്പിക്ക് പോകണമെങ്കിൽ 300 രൂപ വേണം. ഈ സമ്പാദിക്കാൻ പോകാത്തവന് പൈസ അവിടെ നിന്ന് കിട്ടും. ആവശ്യം എന്താണ്? എനിക്ക് നഷ്ടപരിഹാരം എന്തായാലും ഗവൺമെൻറ്റിൽ നിന്ന് വേണം. ഈ കുഴൽമന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് നഷ്ടപരിഹാരം എന്തായാലും എനിക്ക് വേണം. തുടർ ചികിത്സയ്ക്ക് എനിക്ക് യാതൊരു വഴിയില്ല. ഞാനൊരു ദിവസ കൂലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് പരാതി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഇവിടെ ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവര് പുകാൻ പറഞ്ഞിട്ട് പോയതായിരുന്നു. ഇവര് പുകാൻ പറഞ്ഞിട്ട് പോയി 50 രൂപ ഫീസ് ഇവരെ വാങ്ങിച്ചു. ഇവര് ഇവിടെ പെക്കോളും പറഞ്ഞിട്ട് സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോൾ സൂപ്രണ്ട് നരമ്പി തട്ടിയിട്ടില്ല, അത് സൈഡായതാണ്, നരമ്പി തട്ടിയിട്ടില്ല, അവൾക്ക് ഇതിൻ്റെ വിറ്റാമിൻ്റെ കംപ്ലയിൻറ്റ് കാരണം. അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ മുമ്പ് ഉണ്ടാവണമല്ലോ ഈ പ്രശ്നം. അന്ന് ഇഞ്ചക്ഷൻ വെച്ച പിന്നെയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത്. അങ്ങനത്തെ പ്രശ്നമാണെങ്കിൽ ഇത് മുമ്പ് എന്തുകൊണ്ട് ഉണ്ടായില്ല? പ്രസക്തമായ കാര്യമാണ് അവർ ചോദിക്കുന്നത്. വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്, പ്രശ്നം മൂലമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മുൻപുണ്ടായിട്ടില്ല, ഇത് ആദ്യമായാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷമാണ്. നമ്മൾ സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടിരുന്നു. സൂപ്രണ്ട് പറയുന്നത് അങ്ങനെ ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, അത് പരിശോധിക്കണമെന്നാണ്. DMOയെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. DMO ഈ വിഷയത്തിൽ ഒരു ഉന്നത അധികാരം, അതായത് ഈ വിഷയത്തിൽ കൃത്യമായ പരിജ്ഞാനമുള്ള ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ്. അത്തരത്തിലൊരു നടപടിയുമായി DMO മുന്നോട്ട് പോവുകയാണ്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.